ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ പോവാണ് കേട്ടോ, മണ്ണാർക്കാട്ട് പോവാണ്. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു പോക്കാണ് കേട്ടോ. കാരണം ഇന്നലെ കടക്കുന്നവരേക്കും ഈ ഒരു പോക്ക് ഉണ്ടായിട്ടില്ല. നേരം വെളുക്കുമ്പോൾ വാട്സപ്പിൽ കണ്ട മെസ്സേജ് കണ്ടും അങ്ങനെ ഉണ്ടായ പോക്കാണ് കേട്ടോ. അത് പെട്ടെന്നുള്ളൊരു പോക്കാണെന്ന് അതാണ് പറയണേ. സ്വത്തുനാണെങ്കിൽ ഭയങ്കര പനി കേട്ടോ. സ്വത്തുന് ഭയങ്കര പനിയും ഇക്കാക്ക് ഭയങ്കര പനിയും, രണ്ടാക്കും പനിയാണ്. അപ്പോൾ ഇക്കാക്കുള്ള ഫുഡൊക്കെ അവിടെ റെഡിയാക്കിയിട്ടാണ് ഞാൻ ഈ പോരുന്നത്. അതോ ഇക്കാക്ക് വരാൻ പറ്റത്തില്ല, കാരണം ഇക്കാക്ക് ഭയങ്കര പനി കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ് കയറി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ബാങ്കിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്, ലോണ് പാസ്സായിക്കണു പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പാലക്കാട് എത്തിയപ്പോൾ അവിടെ കൊട്ടും ബഹളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ പോല് കഴിഞ്ഞിട്ട് മാവേലിനെയൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊട്ടും മാവേലിയൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും, കാരണം ഒരു കയ്യിൽ ബാഗും ഒരു കയ്യിൽ സ്വത്ത് ഭയങ്കര പനിയായിട്ട് ഭയങ്കര ടയേർഡും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഓനിങ്ങനെ പിടിച്ചാലും ബാഗ് പിടിച്ചാലും മൊത്തത്തിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല വീഡിയോസ് ഒന്നും. അങ്ങനെ ഓനക്കൊരു ചിക്കൻ റോളില്ലേ, അത് വാങ്ങിക്കൊടുത്തു. രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഓനെ മരുന്ന് കുറച്ച് കുടിച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഇങ്ങനെ ബസ് കയറി നേരെ ബാങ്കിലോട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ മണ്ണാർക്കാട് ഇറങ്ങിയതും ടൈമായി. അപ്പോൾ ബാങ്കിലോട്ട് വന്നു. അപ്പോഴേക്കും സമയം 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാനും ചെന്ന് എഴുതേണ്ട കാര്യങ്ങളും, ഒരു ലോണൊക്കെ എടുക്കുകയാണെങ്കിൽ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു എഴുത്തും കാര്യങ്ങളും ഒരു ദിവസം എന്ന് പറയുന്ന ഒരു ദിവസം ഫുള്ളായിട്ട് വേണം കേട്ടോ. അതൊക്കെ അങ്ങനെ എഴുതി പിടിച്ച് ഒരു വിധത്തിൽ അതൊക്കെ സെറ്റായി ഞങ്ങൾ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയുമ്പോൾ നേരത്തെ പാലക്കാട്ടിൽ നിന്ന് വാങ്ങിയൊരു ചിക്കൻ റോളും കൂടി ഉണ്ടായിരുന്നു കയ്യിൽ, അതും കൂടി അവനക്ക് കൊടുത്തു. നല്ല വിഷം, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, പനിക്കണ പോനാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരു കടയിൽ കയറി. നമുക്ക് പ്രോഗ്രാമൊക്കെ വരുന്നില്ലേ WCCൻ്റെ, അപ്പോൾ എനിക്ക് കമ്മലൊക്കെ മാച്ച് ചെയ്ത സെറ്റ് ഉണ്ടോ നോക്കിയിട്ട് അങ്ങനെ അവിടുന്ന് അതും പർച്ചേസ് ചെയ്ത് ഒരു വളയും ഒരു കമ്മലും പർച്ചേസ് ചെയ്തു. അങ്ങനെ ഈ ഒരു വളയും ഈ ഒരു കമ്മലുമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് ചുരിദാറിക്ക് ഈ ഒരു ഐറ്റംസ് ആണ്. അപ്പോൾ എല്ലാവരും പറയും സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് ഓണൊക്കെ അല്ലേ അങ്ങനെയൊക്കെ ആക്കാന്ന്. പക്ഷെ എനിക്ക് പറ്റൂല കേട്ടോ, കാരണം സാരി എടുക്കാൻ ഒത്തിരി പ്രയാസമുള്ള ഒരു സംഭവമാണ്. ഓണൊക്കെ തന്നെയാണ്, പക്ഷേ സാരി എടുക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. അതും നിലമ്പൂരൊക്കെ പോവുകയെന്ന് പറയുന്നത്, സാരി എടുത്ത് പോവുകയെന്ന് പറയുന്നത് എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റണില്ല അത് ആലോചിക്കുമ്പോൾ തന്നെ കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഞാൻ വീട്ടിൽ ഫുഡ് നോക്കുമ്പോൾ ഫുഡ് എന്തായിരുന്നു എന്നറിയോ? മീൻ പൊരിച്ചതും അമരക്കൊപ്പേരിയും പിന്നെ നമ്മൾ തോളൂർ ചമ്മന്തിയും പിന്നെ സാമ്പാറും ഉണ്ടായിരുന്നു. അതും കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടോ. അപ്പോൾ പെട്ടെന്നുള്ള വരവായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ഇക്കാവും ഞങ്ങളും ഒരുമിച്ചിട്ട് വരാനായിരുന്നു തീരുമാനം. പക്ഷേ എനിക്ക് പ്രോഗ്രാമിനൊക്കെ പോകണ്ടല്ലേ, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഇത് പെട്ടെന്ന് 2 ദിവസം മുന്നേ ഇങ്ങോട്ട് വരേണ്ടി വന്നു. അല്ല, നമ്മളെ കുടുംബശ്രീ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു 2016 കേട്ടോ. അപ്പം അന്ന് ഞാൻ പ്രസിഡന്റും സെക്രട്ടറിയും എൻ്റെ അടുത്ത് വീട്ടിലെ താത്തി ഞങ്ങളാണ് രൂപീകരിച്ചത്. അപ്പോൾ അത് പെട്ടെന്ന് ഞാൻ ഇക്കാൻ്റെ അവിടെ പോയതും അത് വേറെ പ്രസിഡന്റിനൊക്കെ ആക്കി ഇന്നും ആ ഒരു കുടുംബശ്രീ അങ്ങനെ മുന്നോട്ട് നല്ല റാഹത്തോടെ പോകുന്നുണ്ട്. അപ്പോൾ അതിലൊരു ലോണ് പാസ്സായിട്ടുണ്ട് കേട്ടോ. ആ ലോണിനും വേണ്ടിയിട്ട് അങ്ങനെ ഓടി വന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ലോണ് കിട്ടിയിട്ടോ. നമ്മളെ കുടുംബശ്രീയിൽ 10 പേരാണ്, 10 പേർക്ക് 20 ലക്ഷമാണ് കേട്ടോ പാസ്സായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ ലോണും വാങ്ങി നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിച്ചു. ഇങ്ങനെ ഒരു കുടുംബശ്രീ നമുക്ക് സാധാരണക്കാർക്ക് ഉണ്ടാവുന്ന എത്രയോ പ്രയോജനമാണ് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കാണാം.